ഹായ് റിയൽമി ടെക്ലൈഫ് വാച്ച് S100 ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവിയോ ആണ് ഇന്നത്തെ വീഡിയോ. 1999 രൂപ ഓഫർ റേറ്റിൽ, അതായത് സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുന്നത് 2999 രൂപയും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 2499 രൂപയാണ്. എത്ര രൂപയ്ക്കായാലും നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്നാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുന്നതിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യக்கூടാതെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് റിയൽമി ടെക്ലൈഫ് വാച്ച് S100 അതുപോലെ തന്നെ ഈ ഒരു വാച്ചിന്റെ ഫോട്ടോയും, കൂടാതെ തൊട്ട് താഴെയായിട്ട് സ്ട്രാപ്പ് കളർ ലൈറ്റ് ഗ്രേ എന്ന് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രേ എന്നിങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആകുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും കളർ വേണമെങ്കിൽ, പിങ്കോ റെഡോ ഇനി അതല്ല ബ്ലൂ ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും 20mm സ്ട്രാപ്പ് സൈസ് വാങ്ങിച്ചാൽ മതി, ഇതിൽ സ്യൂട്ടബിൾ ആണ്. ഇനി വലതുവശത്ത് നോക്കുവാണെങ്കിൽ 4.3 സെന്റിമീറ്റർ, അതായത് 1.69 ഇഞ്ച് ലാർജ് കളർ ഡിസ്പ്ലേ എന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ സ്കിൻ ടെമ്പറേച്ചർ മെഷർ ആൻഡ് മോണിറ്റർ, ബ്ലഡ് ഓക്സിജൻ ആൻഡ് ഹാർട്ട് റേറ്റ് മോണിറ്റർ എഴുതിയിട്ടുണ്ട്. നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുള്ള പൊതുവേ ഉള്ളതിലൊന്നും ഈ ഒരു സ്കിൻ ടെമ്പറേച്ചർ മെഷർ ആൻഡ് മോണിറ്റർ ഇല്ലായിരുന്നു. എന്തായാലും ആദ്യമായിട്ടാണ് ആ ഒരു സംഭവം ഞാൻ കാണുന്നത്. ഇനി ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ 24 സ്പോർട്സ് മോഡ്സ്, 110+ stylish വാച്ച് ഫേസസ്, 12 ഡേ ബാറ്ററി ലൈഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഏറ്റവും പിറകിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഫെബ്രുവരി 2022, കൂടാതെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 3999 രൂപയാണ്. എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു നമുക്കിത് 1999 രൂപയ്ക്ക് ഓഫർ റേറ്റിൽ വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നു. അതല്ല, നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 2499 അല്ലെങ്കിൽ 2999 രൂപയ്ക്കാണ്. മെയ്ഡ് ഇൻ ചൈന എന്നുണ്ട്. കൂടാതെ നമുക്കിത് റിയൽമി ഫിറ്റ് ആപ്പുമായിട്ട് ഇത് വർക്ക് ആവുമെന്നും പറയുന്നത്. പൊതുവെ റിയൽമി ലിങ്ക് ആപ്പ് അതുപോലെ തന്നെ ഡിസോയുടെ ആ ആപ്പൊക്കെ ആയിരുന്നു. ഇത് പുതിയൊരു ആപ്പാണ് എന്തായാലും ഞാൻ കാണുന്നത്, റിയൽമി ഫിറ്റ് ആപ്പ്. എന്തായാലും അതൊക്കെ തന്നെ ആ ഒരു മൊബൈലിലേക്ക് വരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഇനി ബോക്സ് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമ്പോഴത്തേക്ക് ദേ നമ്മുടെ വാച്ച് ഇവിടെ ഇരിപ്പുണ്ട്. വാച്ചിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു ചാർജിങ് അഡാപ്റ്ററും കൂടാതെ നമ്മുടെ യൂസർ ഗൈഡുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. ക്വാളിറ്റി ഒക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാപ്പിനൊന്നും വലിയ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഫിസിക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. എന്നാൽ ഇത്തിരി ബൾക്കി ആണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. എന്തായാലും 4.3 സെന്റിമീറ്റർ ഇഞ്ച് ഡിസ്പ്ലേ നമുക്ക് മുന്നിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ 2.5 അല്ല, എനിക്ക് തോന്നുന്നു ഒരു 2 ഗ്ലാസ് മുന്നിലുണ്ടെന്ന് തോന്നുന്നു. ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും പുറകിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ SpO2 ഹാർട്ട് റേറ്റ് മോണിറ്ററിന്റെ സെൻസേഴ്സ് കാണാം. കൂടാതെ മുകളിലായിട്ട് ചാർജിങ് പോർട്ട് ഉണ്ട്. തൊട്ട് സൈഡിലായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പുതിയൊരു സംഭവം ഉണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ടെമ്പറേച്ചർ, സ്കിൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ആ ഒരു സെൻസറാണിത്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രാപ്പിന് നോക്കുകയാണെങ്കിൽ സിലിക്കൺ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ട്രാപ്പാണ്. ഭയങ്കര ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. 20mm എന്നുണ്ടോ ഇവിടെ ഈ ഒരു സ്ട്രാപ്പിൽ തന്നെ എഴുതിച്ചിട്ടുണ്ട്. 20mm സൈസുള്ള ഏത് സ്ട്രാപ്പ് വാങ്ങിച്ചാലും നമുക്ക് ഇതിൽ വർക്ക്ഔട്ട് ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വലത് സൈഡിൽ ഒരു ഒറ്റ ബട്ടൺ ഉണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു രീതിക്ക് തന്നെയാണ് ഈ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി വാച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ തന്നെ റിയൽമി ടെക് ലൈഫ് എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു QR കോഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ സ്മാർട്ട് വാച്ചുകളൊക്കെ തന്നെ ആദ്യമേ ഇതൊന്ന് ജസ്റ്റ് സ്മാർട്ട് ഫോണുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ബൈൻഡ് കൊടുക്കുന്നു. ബൈൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇതാ കണ്ടോ ടെക് ലൈഫ് വാച്ച് S100 എന്ന് കാണിക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. എഗ്രി ടു ദ ഫോൺ ബൈൻഡിങ് റിക്വസ്റ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ കണക്ഷൻ സക്സസ്ഫുൾ. നമ്മുടെ വാച്ച് അങ്ങനെ റിയൽമി ഫിറ്റ് ആപ്പുമായിട്ട് ബൈൻഡ് ആയിട്ടുണ്ട്. ബൈൻഡ് ആകുമ്പോൾ തന്നെ അതേ കണ്ടോ ഫേം വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. 2000 years later. അപ്പോൾ നമ്മുടെ സ്മാർട്ട് വാച്ച് ഫേം വെയർ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഓൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും UIനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് ഡിസ്പ്ലേ കുറിച്ച് കൂടുതൽ നോക്കുവാണെങ്കിൽ 240x280 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 218 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. കൂടാതെ 530 നിറ്റ്സ് ബ്രൈറ്റ്നസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സണ്ണി ഡേയിലാണെങ്കിൽ പോലും നമുക്ക് 100% ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ വിസിബിൾ ആകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി UIയിലേക്ക് വരുവാണെങ്കിൽ മറ്റുള്ള റിയൽമിയിൽ അല്ലെങ്കിൽ ഡിസോയുടെ വാച്ചിൽ കാണുന്ന എവിടെയൊക്കെയോ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട് ഈ ഒരു UIയിലും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു വാച്ച് ഫേസ് എന്ന് പറയുന്നത് ഡീഫോൾട്ട് ആണ്. ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മറ്റുള്ള ഫേസസ് കാണാൻ സാധിക്കും. അറ്റ് എ ടൈം നമുക്ക് 3 മാത്രമേ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ 110 പരം വാച്ച് ഫേസസ് നമുക്ക് റിയൽമി ഫിറ്റ് ആപ്പിൽ വഴി നമുക്ക് ഇതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും മുകളിലായിട്ട് കാണുന്നത് ബ്ലൂടൂത്തിൻ്റെ ആക്ച്വലി ലിങ്ക്ഡ് ആണെന്നുള്ളതാണ്. ഇത് നമ്മൾ ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ ഈ ഒരു നടുക്ക് കാണുന്ന ലൈൻ എന്ന് പറയുന്നത് ഒരു റെഡ് കളറിലേക്ക് മാറും. കൂടാതെ 84% ബാറ്ററി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മന്തും ഡേറ്റും ദിവസവും ഒക്കെ ഉണ്ട്. കൂടാതെ കുറച്ച് ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. ഡു നോട്ട് ഡിസ്റ്റർബ്, ബ്രൈറ്റ്നസ്, റേസ് ടു വേക്കപ്പ്, അതുപോലെ തന്നെ ഫ്ലാഷ് സെറ്റിങ്സ്. ഇതിനകത്ത് നമ്മൾ ബ്രൈറ്റ്നസ് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ ഇതുപോലാണ് 25, 50, 75, 100 ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ ബ്രൈറ്റ്നസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് 100% ഇട്ടിരിക്കുവാണ്. കൂടാതെ നമുക്ക് സെറ്റിംഗ്സിൽ വേണമെങ്കിലും ഇതുവഴി നേരെ അങ്ങോട്ട് പോവാം. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ സ്ലീപ്പ് മോഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, വെതർ ഉണ്ട്. കൂടാതെ നമ്മുടെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ്. ആപ്പിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഓക്കെ കൊടുക്കുന്നോ അതൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ കോൾ വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ആക്ച്വലി കോൾ ആരാണ് വിളിക്കുന്നത് കാണിക്കും. കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഡിസോ വാച്ച് 2 സ്പോർട്സിൽ കണ്ട പോലെ നമുക്ക് സൈലന്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ബോഡി ടെമ്പറേച്ചർ കാണാം. എന്തായാലും ഈ ഒരു ബോഡി ടെമ്പറേച്ചർ ആയാലും നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ SpO2 ആണെങ്കിലും എല്ലാം തന്നെ പ്രോപ്പർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും ഇതിൽ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോഴും കണ്ടോ ഞാൻ ഈ എന്താ പറയുക എൻ്റെ കയ്യിൽ വെക്കുന്ന സമയത്ത് ഇപ്പോൾ ആക്ച്വലി ഇത് വർക്കിംഗ് ആണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നോക്കിക്കോളൂ, ഞാൻ വീണ്ടും ചെക്ക് ചെയ്യുവാണ്. ഇത് കണ്ടോ ഇപ്പോൾ സെൻസർ വർക്ക് ചെയ്യുന്നില്ല. അതായത് പ്രോപ്പറായിട്ട് ആക്ച്വലി ഇതിൻ്റെ സെൻസർ വർക്ക് ആവുന്നില്ല. ഇനി ഈ ഒരു വാച്ചിൻ്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും ഇന്നിപ്പോൾ കിട്ടിയിട്ടേ ഉള്ളൂ. ഇന്ന് തന്നെ ഞാൻ റീപ്ലേസ്മെൻറ്റിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വാച്ച് വരും എന്തായാലും. പിന്നെ വീഡിയോ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വർക്കൗട്ടാണ്. 24 സ്പോർട്സ് മോഡ് നമുക്ക് ഇവിടെ ഉണ്ട്. അത്യാവശ്യം നമ്മളെല്ലാവരും തന്നെ നോർമലി കളിക്കുന്ന വർക്കൗട്ട് മോഡ്സ് ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. കൂടാതെ ആക്ടിവിറ്റി റെക്കോർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഉണ്ട്, SpO2 ഉണ്ട്. ഇവിടെ ഹാർട്ട് റേറ്റ് ഞാൻ നോക്കുവാണെങ്കിൽ ഇതേ കണ്ടോ ഞാനിപ്പോൾ ആക്ച്വലി വെച്ചിട്ടേ ഇല്ല കയ്യിൽ, എന്നിട്ട് പോലും ദേ ഇവിടെ 68 കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ഹാർട്ട് റേറ്റ് ആക്ച്വലി ഇപ്പോൾ മോണിറ്റർ ചെയ്യുന്നില്ല, സ്റ്റക്കായിട്ടിരിക്കുവാണ്. എന്നാൽ ദേ എൻ്റെ കയ്യിലോട്ട് വയ്ക്കുന്നു നോക്കിയോളൂ. കണ്ടോ എൻ്റെ കയ്യിൽ വെക്കുന്ന സമയത്ത് ദേ അവിടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങിൻ്റെ സെൻസർ എന്തായാലും ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇത് എന്താണ് സംഭവം എന്ന് ഒരു പിടിയില്ല. സെൻസറിൻ്റെ കംപ്ലയിൻ്റ് ആണോ അതല്ല വാച്ചിൽ ഇങ്ങനെ തന്നെയാണോ എല്ലാ വാച്ചിലും ഒന്ന് അടുത്ത ദിവസത്തിൽ തന്നെ ഇത് നമുക്ക് അറിയാൻ പറ്റും. കൂടാതെ SpO2 ആണെങ്കിലും ഞാൻ ഈ കൂടുതൽ അങ്ങോട്ട് കാണിക്കുന്നില്ല. ഇനി അതുപോലെ തന്നെ ആക്ടിവിറ്റി കാണാൻ സാധിക്കും, സ്ലീപ്പ് ഉണ്ട്, നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, വെതർ, ബ്രെത്തിലാണെങ്കിൽ നമുക്കിവിടെ 2 മിനിറ്റ്സ് അതല്ല ഫാസ്റ്റ് സ്ലോ എങ്ങനെ വേണമെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ മ്യൂസിക് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ അലാം ഉണ്ട്, ടൈമർ ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, ക്യാമറയുണ്ട്. ക്യാമറ നമ്മൾ റിയൽമി ഫിറ്റ് ആപ്പിൽ പോയിട്ട് ആ ഒരു ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് വഴി ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. കൂടാതെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈൻഡ് മൈ ഫോൺ ഉണ്ട്. കൂടാതെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ഡയലാണ്. ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 3 വാച്ച് ഫേസസുകൾ. അതുപോലെ തന്നെ ഇനി ബ്രൈറ്റ്നസ് നോക്കാം. ബ്രൈറ്റ്നസിനകത്തും നമ്മൾ നേരത്തെ കണ്ട സംഭവം തന്നെയാണ്. കൂടാതെ സ്ക്രീൻ ടൈം ഔട്ട് ഉണ്ട്. 5 മുതൽ 15 സെക്കൻഡ് വരെയാണ് നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ ടൈം ഔട്ട് ഉള്ളത്. 5 നിങ്ങൾക്ക് വയ്ക്കാം, അതല്ല 10 വേണമെങ്കിലും 15 വേണമെങ്കിലും ഒക്കെ വയ്ക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് 15 വെച്ചേക്കുവാണ്. എനിക്ക് തോന്നുന്നത് 5 സെക്കൻഡ് ഒക്കെ വെക്കുന്നതിനും കുറച്ചുകൂടി നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സമയം നോക്കാൻ വേണ്ടി മാത്രമല്ല ഈ സ്ക്രീൻ നമ്മൾ ഓൺ ആക്കി ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി തീം നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലിസ്റ്റാണ്. അത് നമുക്ക് ഗ്രിഡിലോട്ട് മാറ്റാൻ പറ്റും. ഗ്രിഡ് ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലത്തെ ഒരു മോഡലാണ് വരുന്നത്. ഇനി വൈബ്രേഷൻ സ്ട്രെങ്ത് നോക്കുവാണെങ്കിലും ഹൈ ഉണ്ട്, മീഡിയം ഉണ്ട്, ലോ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ വൈബ്രേഷൻ ആ ഒരു സ്ട്രെങ്ത് വേണ്ടത് അതിലേക്ക് പോകാവുന്നതാണ്. കൂടാതെ ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്, റേസ് ടു വേക്കപ്പ് ഉണ്ട്. റേസ് ടു വേക്കപ്പ് ആക്ച്വലി ഇപ്പോൾ വർക്ക് ആവുന്നുണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പല പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടും അതും വർക്കായിട്ടില്ലായിരുന്നു. കൂടാതെ പവർ ഓഫ് ഉണ്ട്, റീസെറ്റ് ഉണ്ട്, എബൌട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു വാച്ചിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. യൂസർ ഇൻ്റർഫേസസ് അത്യാവശ്യം ഓക്കെ ആണ്. നമുക്ക് ഡിസോ വാച്ച് 2 സ്പോർട്സിൽ കണ്ട പോലെ അത്രയും വലിയ സ്മൂത്ത് അല്ലെങ്കിൽ പോലും സ്മൂത്ത് ഒക്കെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി റിയൽമി ഫിറ്റ് ആപ്പിൽ എന്തൊക്കെയാണുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ റിയൽമി ഫിറ്റ് ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടുഡേ സ്റ്റെപ്പ്, ഹീറ്റ്, അതുപോലെ തന്നെ എക്സസൈസ് ടൈം, സ്റ്റാൻഡിങ് ടൈം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് റെക്കോർഡ് ഉണ്ട്, സ്ലീപ്പ് റെക്കോർഡ് ഉണ്ട്, ബ്ലഡ് ഓക്സിജൻ റെക്കോർഡ് ഉണ്ട്, ബോഡി ടെമ്പറേച്ചർ റെക്കോർഡ് ഉണ്ട്. എന്തായാലും ഈ ഒരു ഹാർട്ട് റേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ റെക്കോർഡ് ആണെങ്കിലും പോലും ഇതൊക്കെ തന്നെ എന്താ പറയുക ഉറപ്പായിട്ടും ഇത് ആക്യുറേറ്റ് അല്ലെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി സ്പോർട്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ റണ്ണിങ് ഔട്ട്ഡോർ ആണ്, അതുപോലെ തന്നെ വാക്കിംഗ്, റൈഡിങ്, അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് എന്താ പറയുക ഡേറ്റാസും ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക്
നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിവൈസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും Techlife വാച്ച് S100. അതുപോലെ തന്നെ ബാറ്ററി എത്ര ശതമാനം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. വേർഷൻ, അതായത് സോഫ്റ്റ്വെയർ ഫേംവെയർ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ വരെ ഇവിടെ ഉണ്ട്. കൂടാതെ ഡയൽ സെറ്റിംഗ്സിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ആ ഒരു 110 പരം വാച്ച് ഫേസസ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസസ് സെറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം ചെയ്യണമെങ്കിൽ കസ്റ്റം ചെയ്തും നിങ്ങൾക്ക് ഓരോ എന്താ പറയുക നിങ്ങളുടെ ഫോട്ടോ സഹിതം വെച്ചിട്ട് കസ്റ്റം ചെയ്ത് ആ ഒരു ഡയൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണ്. ഇപ്പോൾ ഓട്ടോ ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത് 24 hours ആണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഓഫ് ചെയ്തിടാം. അതെന്തായാലും നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ബോഡി ടെമ്പറേച്ചർ സെറ്റിംഗ്സിൽ നോക്കുകയാണെങ്കിൽ അവിടെയും ഓട്ടോ ടെസ്റ്റ് ആണ് ആക്ച്വലി ഇതിൽ ഡീഫോൾട്ടായിട്ട് വരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് മാത്രം ടെസ്റ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ ഓട്ടോ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബോഡി ടെമ്പറേച്ചർ വാർണിംഗ് വേണമെങ്കിൽ കൊടുക്കാം. 37.3 സെൽഷ്യസിന് മുകളിൽ ഈ ഒരു നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വരുവാണെങ്കിൽ നമുക്ക് വാർണിംഗ് ആയിട്ട് വരും. അതുപോലെ തന്നെ യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് സെൽഷ്യസിലാണ് കിടക്കുന്നത്, നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ബ്ലഡ് ഓക്സിജൻ സെറ്റിംഗ്സ് ഉണ്ട്, അവിടെയും ആക്ച്വലി ഓട്ടോ ടെസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. എന്തായാലും അത് ഡീഫോൾട്ടായിട്ട് ഓഫായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ കോൾ റിമൈൻഡർ ഉണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു കോൾ റിമൈൻഡർ ഓൺ ആക്കിയിട്ടാൽ മാത്രമേ വാച്ചിൽ കോൾ ആരാണ് വിളിക്കുന്നതെന്ന് കാണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ റിജക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കീ യൂസ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്യാം. അതിന് ഇവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനിയൊരു SMS റിമൈൻഡർ നമ്മൾ ഓൺ ആക്കി ഇടുവാണെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസ് ഇവിടെ വരും, നമ്മുടെ വാച്ചിലേക്ക് വരും. ഞാൻ എന്തായാലും അത് ഓൺ ആക്കി ഇട്ടിട്ടില്ല തൽക്കാലത്തേക്ക്. ഇനി ആപ്പ് റിമൈൻഡറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു വാച്ചിൽ വരണമെന്ന് ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നാലും ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് ആപ്ലിക്കേഷൻ മാത്രം ചെക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം തന്നെ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. കൂടാതെ ഡ്രിങ്കിങ് റിമൈൻഡർ ഉണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഡ്രിങ്ക് വാട്ടർ ആൻഡ് റിലാക്സ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ. അത് വേണമെങ്കിൽ ഓൺ ആക്കി ഇടാം. കൂടാതെ സെഡൻറ്ററി റിമൈൻഡർ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. കൂടാതെ ഇനി യൂണിവേഴ്സൽ സെറ്റിംഗ്സിൽ നോക്കുകയാണെങ്കിൽ അവിടെ റിമോട്ട് ക്യാമറ, ഇതാണ് നമ്മുടെ ആ ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായത് നമ്മുടെ റിയൽമി ഫിറ്റ് ആപ്പിലുള്ള ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട്. ഇതേ കണ്ടോ, ഫോട്ടോ അവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള ക്യാമറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കത്തില്ല. കൂടാതെ ഫൈൻ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ വാച്ച് ഫൈൻ ബ്രേസ്ലെറ്റ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ്സ് നമുക്ക് മെട്രിക് സിസ്റ്റം, ബ്രിട്ടീഷ് സിസ്റ്റം, അതൊക്കെ നമുക്ക് എന്തുവാണെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ബ്രേസ്ലെറ്റ് ലുക്കിംഗ് ഫോർ മൊബൈൽ, അതായത് ഇത് നമ്മൾ ഓൺ ആക്കി ഇടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് നമ്മൾ ഫൈൻ മൈ മൊബൈൽ ഉണ്ടല്ലോ, ആ ഒരു സംഭവം കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കും. അതുപോലെ തന്നെ ടൈം സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഡിവൈസ് ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സൽ സെറ്റിംഗ്സിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫേംവെയർ അപ്ഡേറ്റ് ഉണ്ട്. ഫേംവെയർ അപ്ഡേറ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് അപ്ഡേറ്റ് ആവുമായിരുന്നു. കൂടാതെ ക്ലിയർ ഡേറ്റ, ഈ ഒരു ക്ലിയർ ഡേറ്റ എന്ന് വെച്ചാൽ നമ്മുടെ വാച്ച് ആക്ച്വലി ഫാക്ടറി ഡേറ്റ റീസെറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ആക്ച്വലി ഇന്ന് കസ്റ്റമർ സപ്പോർട്ട് വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ആപ്പിൽ കയറിയതിന് ശേഷം ഈ ഒരു വാച്ച് ഒന്ന് റീസെറ്റ് ചെയ്യാൻ. ആക്ച്വലി ഞാനിവിടെ ഈ ഒരു റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ല, ഞാൻ അവരടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു ക്ലിയർ ഡേറ്റ കണ്ടിട്ട് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷന് പകരം അവർ കൊടുത്തിരിക്കുന്നതാണ് ക്ലിയർ ഡേറ്റ. പിന്നെ ഈ ഒരു റീസൈക്കിൾ ബിന്നിൻ്റെ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാലും മതിയായിരുന്നു, പക്ഷേ ഞാൻ ആ ഒരു കോളിൻ്റെ സമയത്ത് അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. കൂടാതെ യൂസ് ഗൈഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അൺബൈൻഡ് ചെയ്യാൻ വേണമെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ, നമ്മുടെ സ്മാർട്ട് വാച്ച് വേണമെങ്കിൽ അൺപെയർ ചെയ്യാം ഈ ഒരു ആപ്പിൽ നിന്ന്. ഇനി മീലേക്ക് വരുവാണെങ്കിൽ അവിടെ നമ്മുടെ പേരും അതുപോലെ തന്നെ ജെൻഡർ, നമ്മൾ എന്നാണ് ജനിച്ചത്, എത്ര വയസ്സായി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ട്രെയിനിങ് പ്ലാൻസ്, അതുപോലെ തന്നെ മൈ ഗോൾസ്. ഇപ്പോൾ 8000 സ്റ്റെപ്സാണ് ഞാൻ ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 8000 ഗോൾസ് നടക്കണം എന്നുള്ള സംഭവം. അതുപോലെ തന്നെ ടാർഗറ്റ് കാലോറീസ് ഉണ്ട്, എക്സസൈസ് ടൈം ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡിങ് ടൈം. കൂടാതെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മൈ ഗോളിൽ ഒന്ന് സെറ്റ് ചെയ്യാം. കൂടാതെ നമുക്കിവിടെ പെർമിഷൻ സെറ്റിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം സെറ്റിംഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോമൺ പ്രോബ്ലംസ്. എനിക്ക് തോന്നുന്നു അത് മേ ബി അതുപോലെ തന്നെ കോമൺ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഈ ഒരു വാച്ചുമായിട്ട് കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിന് സൊല്യൂഷനായിട്ട് അവരിവിടെ തന്നെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു റിയൽമി ലിങ്ക് ആപ്പിനെ കുറിച്ചും പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇനിയൊരു വാച്ചിൻ്റെ മറ്റുള്ള സവിശേഷതകൾ നോക്കുവാണെങ്കിൽ IP68 ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് സപ്പോർട്ട് നമുക്ക് ഇതിലുണ്ട്. കൂടാതെ ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.1 ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുക, കണക്ടിവിറ്റിയിൽ നിന്ന് വേറെ ഒരു പ്രശ്നവും വരത്തില്ല. കൂടാതെ നമുക്ക് ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ
വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിലും വേറെ കുഴപ്പമൊന്നുമില്ല. IP68 വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ചെറിയൊരു സംശയം എവിടെയൊക്കെ ഉണ്ട്. എന്തായാലും അത് ഞാനൊന്ന് നോക്കിയതിന് ശേഷം കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. ഇനിയൊരു വാച്ചിൻ്റെ ബാറ്ററി സൈഡ് നോക്കുവാണെങ്കിൽ 260 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നിന്ന് കിട്ടുന്ന ലൈഫ് എന്ന് പറയുന്നത് 12 ദിവസമാണ്. 12 ദിവസം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ പറയുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കണക്കൊക്കെ ഇരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു 100% നമ്മൾ ബ്രൈറ്റ്നസ് ഒക്കെ ഇട്ട് എപ്പോഴും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മേ ബി 12 എന്ന് പറയുന്നത് ചിലപ്പോൾ 8-ലേക്കോ അല്ലെങ്കിൽ 7-ലേക്കോ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു 260 mAh എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിനകത്ത് ചാർജ് ആകാനായിട്ട് ചാൻസസ് ഉണ്ട്. കൂടാതെ 1 വർഷവും നമുക്കിതിന് വാറന്റി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും ഈ ഒരു വാച്ചിനെ കുറിച്ച് പറയാനായിട്ട് എനിക്കുണ്ടായിരുന്നത്. എന്തായാലും വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്താ പറയുക നമ്മുടെ കയ്യിൽ കിടക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാലും ഇതിൽ സെൻസേഴ്സ് വർക്ക് ആവാത്തതാണ് ചെറുതായിട്ടൊരു ഡ്രോബാക്ക്. ചെറുതെന്നുള്ളതല്ല, നല്ല വലിയൊരു രീതിയിൽ തന്നെ ഉള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ട് എന്തായാലും അടുത്ത ഈ ഒരു പുതിയ പ്രോഡക്റ്റ് എനിക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതും ഉറപ്പായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ 2999 രൂപ അതല്ല 2499 രൂപ, ഇനി അതല്ല 1999 രൂപയ്ക്ക് വാങ്ങിച്ചാലും വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും വർത്ത് ബൈങ് ആകില്ല. അതിനൊരു ഒറ്റ റീസൺ എന്ന് പറയുന്നത് ഇതിൽ ആക്ച്വലി സെൻസേഴ്സ് വർക്ക് ആവുന്നില്ല. ഓക്കെ, ഇത് ഡിഫക്റ്റ് ആണ്, അതായത് ഈ ഒരു പീസിനാണ് പ്രശ്നമെങ്കിൽ ഓക്കെ ആണ്. അതർവൈസ് നിങ്ങളിത് വാങ്ങിക്കുന്നതിൽ ഒരു ഉപയോഗം ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ പോലും നമ്മൾ ഡിസോ വാച്ച് 2 സ്പോർട്സിൻ്റെ അത്ര പോലും ക്വാളിറ്റി ഇവിടെ എനിക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ 1999 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അതിൽ കുറഞ്ഞ് കിട്ടുവാണെങ്കിലും ഉറപ്പായിട്ടും അത് വാങ്ങിക്കാമെന്നേ ഞാൻ പറയത്തുള്ളൂ. ബോഡി ടെമ്പറേച്ചർ മാത്രമാണ്, ആ ഒരു മെഷർമെൻറ്റ് മാത്രമാണ് ഇതിനകത്ത് എക്സ്ട്രാ ഉള്ളത്. അതായത് ഡിസോയിലാണെങ്കിലും റിയൽമിയിലോ ഉള്ള വാച്ചുകളിനേക്കാളും ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. അതർവൈസ് ഈ ഒരു പ്രോഡക്റ്റും അതും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.